നമസ്കാരം. നിയമം നടപ്പാക്കേണ്ടവരാണ് പോലീസുകാർ. എന്നാൽ വേലി തന്നെ വിളവ് തിന്നാലോ? തലസ്ഥാന ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം രാത്രി മണിക്കൂറുകളോളമാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയത്. മദ്യലഹരിയിൽ റോഡിൽ ബഹളമുണ്ടാക്കിയ ഇയാൾ ഗതാഗത തടസ്സവും സൃഷ്ടിച്ചു. വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടും ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം. തിരുവനന്തപുരത്ത് നടുറോഡിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അഴിഞ്ഞാട്ടം. ആര്യങ്കോടിന് സമീപം മണ്ണാങ്കോണത്താണ് പോലീസുകാരൻ മദ്യപിച്ച് റോഡിൽ തടസ്സമുണ്ടാക്കിയതും നഗ്നതാ പ്രദർശനം നടത്തിയതും. തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെ ASI മരുതങ്കോട് സ്വദേശി സുരേഷ് കുമാറാണ് അതിക്രമം കാട്ടിയത്. ഇയാളുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. ഇത് അടിപിടിയിൽ ഉണ്ടായതാണോ മറിഞ്ഞു വീണതാണോ എന്ന് വ്യക്തമായിട്ടില്ല. ഇയാൾ നേരത്തെ വെള്ളറട പൊന്നമ്പി ജംഗ്ഷനിൽ ബഹളമുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പിടിവിട്ട് നിൽക്കുന്ന ഒരുത്തന്റെ തോളിക്കറി ചവ ബോറായി. ഡിസംബർ 29 രാത്രി ആര്യൻകോടിന് സമീപം മണ്ണാങ്കോണത്തായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ അഴിഞ്ഞാട്ടം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത്. വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ ഇയാളുടെ മുഖം മുറിഞ്ഞ് രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിലായിരുന്നു. ഇത് അടിപിടിയിലുണ്ടായതാണോ മറിഞ്ഞു വീണതാണോ എന്ന് വ്യക്തമായിട്ടില്ല. മരുതങ്കോട് സ്വദേശിയായ സുരേഷ് കുമാറാണ് അതിക്രമം കാട്ടിയത്. ഇയാൾ തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെ ASI ആണ്. പോലീസ് എത്തിയ ശേഷവും സുരേഷ് കുമാർ ബഹളം തുടരുന്നതും മുതിർന്ന ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സുരേഷ് കുമാറിനെ പിന്നീട് വെള്ളറട പോലീസ് കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ വെള്ളറട പൊന്നമ്പി ജംഗ്ഷനിൽ സുരേഷ് കുമാർ ബഹളമുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പിടിവിട്ട് നിൽക്കുന്ന ഒരുത്തന്റെ തോളിക്കറി ചവ ബോറായി. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ശേഷം സ്ഥിരം മദ്യപാനിയായ സുരേഷ് റോഡിൽ നിന്ന് വാഹനങ്ങൾ തടയുന്നതും വഴിയാത്രക്കാരെ അസഭ്യം പറയുന്നതും നഗ്നതാ പ്രദർശനം നടത്തുന്നതും പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സുരേഷ് കുമാറിനെതിരെ വകുപ്പ് തല നടപടികളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് വിവരം. പിടിവിട്ട് നിൽക്കുന്ന ഒരുത്തന്റെ തോളിക്കറി ചവ ബോറായി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഹോട്ടലിൽ അക്രമം നടത്തിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാക്കൾ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഹോട്ടൽ തല്ലിപ്പൊളിച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂരിലാണ് ഈ സംഭവം. രണ്ടാമത് സംഘം ചേർന്നെത്തിയാണ് ഇവർ ഹോട്ടലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ ചന്ദര പോലീസ് കേസെടുത്തു. തൃക്കരിപ്പൂർ ടൗണിലെ പൊഗോ റെസ്റ്റോറന്റിന് നേരെയാണ് ആക്രമണം നടന്നത്. ഭക്ഷണം കിട്ടാൻ വൈകിയെന്നാരോപിച്ചാണ് ആദ്യം 4 പേർ സംഘം അതിക്രമം നടത്തിയത്. ഇവർ ഹോട്ടൽ ജീവനക്കാരനെ മർദ്ദിക്കുകയും സാധനങ്ങൾ തല്ലിത്തകർക്കുകയും ചെയ്തു. മദ്യലഹരിയിലായിരുന്നു അതിക്രമം. ഫസ്റ്റ് 4 ആൾ വന്ന് ഫ്രൈഡ് ചിക്കനും മന്തി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് 15 മിനിറ്റ് ടൈമെന്ന് വെയിറ്റർമാർ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപാട് ഇവർ മുകളിൽ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്ലേറ്റ് ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊളിച്ച് ഫാമിലി ഉണ്ടായത് അവരിൽ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് 4 ആളെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയിട്ടാണെന്ന് ഉറപ്പുണ്ട്. രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപാട് 10-25 ആൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് ഡോറ് ചവിട്ടി പൊളിച്ച് പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിശ്വസ്തയോടുകൂടി ഒരു പരാതി കൊടുത്തിട്ട്
ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആളുകൾ എങ്ങനെയാണ് അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയതെന്ന് ഞങ്ങൾക്കിന്നും മനസ്സിലാകുന്നില്ല. ഈ അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയ ആളുകളല്ലേ ഇവിടെ വന്ന് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ഹോട്ടൽ പോലും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായത്? അപ്പം ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പറഞ്ഞിട്ട് പോലും സുരക്ഷിതത്വം ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇനി ആരോടാണ് ഈ പരാതികൾ രേഖപ്പെടുത്തേണ്ടത്? ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ അക്രമികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് പോലീസ് വിട്ടയച്ച ശേഷമാണ് 12:45 കൂടുതൽ ആളുകളുമായി എത്തി ഇവർ ഹോട്ടലിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയത്. അക്രമത്തിൽ ഹോട്ടൽ ജീവനക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. ഹോട്ടലിലെ ശുചിമുറിയുടെ വാതിലുകളും ബൈക്കും തകർത്ത നിലയിലാണ്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഗാർഹിക പ്രശ്നങ്ങൾ മൂലമുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. കാസർഗോഡ് പാത്രം കഴുകിക്കൊണ്ടിരുന്ന ഭാര്യയെ ആസിഡ് ഒഴിച്ച് കൊല്ലാൻ ശ്രമം. ബെഡെടുക്ക ചെമ്പക്കാടിലെ വാവടുക്കം സ്വദേശിനി ജാനകിക്ക് നേരെയാണ് ആസിഡ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ ജാനകിയുടെ ഭർത്താവ് പി രവിയെ ബേഡകം പോലീസ് അറസ്റ്റ് ചെയ്തു. പാത്രം കഴുകുകയായിരുന്ന ഭാര്യയെ ആസിഡ് ഒഴിച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ബേഡടുക്ക ചെമ്പക്കാടിലെ വാവടുക്കം സ്വദേശിനി പി ജാനകിക്ക് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത്. ഇവരുടെ ഭർത്താവ് വാവടുക്കം സ്വദേശി പി രവിയെ ബേഡകം SI സുരേഷ് അറസ്റ്റ് ചെയ്തു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ജാനകിയുടെ സഹോദരിയുടെ മകൻ ചെമ്പക്കാടിലെ സുരേഷ് ബാബുവിനും ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ജാനകി വീട്ടുമുറ്റത്ത് പാത്രം കഴുകിക്കൊണ്ടിരിക്കെ രവി ദേഹത്ത് ആസിഡ് ഒഴിക്കുകയായിരുന്നു. പ്രശ്നത്തിൽ ഇടപെട്ടപ്പോഴാണ് സുരേഷ് ബാബുവിന്റെ ദേഹത്തും ആസിഡ് ഒഴിച്ചത്. സ്ഥിരമായി മദ്യപിച്ചുപദ്രവിക്കുന്ന ഭർത്താവിനെ അകറ്റി നിർത്തിയ വിരോധമാണ് ആക്രമണത്തിന് കാരണം. കൊലപാതക ശ്രമത്തിനാണ് രവിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ പുതുതലമുറ രാസലഹരിക്ക് അടിമകളാവുകയാണ്. മുമ്പ് ലഹരി കേസുകളിൽ പിടിയിലായിരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും പ്രൊഫഷണലുകളുമെല്ലാം ഈ ലഹരിക്കടത്തിന്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് പുതുവർഷത്തിലേക്ക് MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമായി ഡോക്ടറടക്കം 7 പേരാണ് പിടിയിലായവരിൽ BDS വിദ്യാർത്ഥിയും IT ജീവനക്കാരനുമുണ്ട്. കണിയാപുരം തോപ്പിൽ ഭാഗത്ത് വാടക വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 4 ഗ്രാം MDMAയും 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 100 ഗ്രാം സാധാരണ കഞ്ചാവും പിടിച്ചെടുത്തു. തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്വദേശി ഡോക്ടർ വിഘ്നേഷ് ദത്തൻ, പാലോട് സ്വദേശി അൻസിയ, കൊട്ടാരക്കര സ്വദേശി ഹലീന, കൊല്ലം ആയൂർ സ്വദേശി അവിനാഷ്, ഇളമാട് സ്വദേശി ഹരീഷ്, നെടുമങ്ങാട് മണ്ണൂർക്കോണം സ്വദേശി അസിം, തൊളിക്കാട് സ്വദേശി അജിത് എന്നിവരാണ് പിടിയിലായത്. കണിയാപുരം തോപ്പിൽ ഭാഗത്തെ വാടക വീട്ടിൽ നിന്നാണ് ഇവരെ ലഹരിമരുന്നുമായി പിടികൂടിയത്. പ്രതികളിൽ വിഘ്നേഷ് ദത്തൻ MBBS ഡോക്ടറാണ്. ഹലീന BDS വിദ്യാർത്ഥിനിയും അവിനാഷ് IT ജീവനക്കാരനുമാണ്. അസിം, അജിത്, അൻസിയ എന്നിവർ മുൻപ് നിരവധി ലഹരി കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. ഇവർ 3 പേരുമാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരിമരുന്നെത്തിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും വിതരണം ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു. പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘം ലഹരിമരുന്ന് വിതരണം ചെയ്യുന്നതായി രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ, നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫ് സംഘങ്ങൾ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. അസിമിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജീപ്പിൽ കാറിടിച്ച് കടന്നുകളയുകയായിരുന്നു.
പിന്തുടർന്നെത്തിയ ഡാൻസ് ഓഫ് സംഘം വെളുപ്പിന് വീട് വളഞ്ഞാണ് ഇവരെ പിടികൂടിയത്. 4 ഗ്രാം MDMA-യും 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 100 ഗ്രാം സാധാരണ കഞ്ചാവും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. 2 കാറുകളും 2 ബൈക്കുകളും 10 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവിന് ഗ്രാമിന് 3000-ഓളം രൂപയാണ് വില. പ്രതികളെ കഠിനംകുളം പോലീസിന് കൈമാറി. റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക്സ് DYSP-യുടെ നേതൃത്വത്തിൽ SI-മാരായ ഓസ്റ്റിൻ, ഫയാസ്, ഗ്രേഡ് SI-മാരായ സതികുമാർ, അനൂപ്, സീനിയർ CPO-മാരായ ഉമേഷ് ബാബു, അനീഷ്, അഖിൽ, രാജേഷ്, രാജീവ്, റിയാസ്, ഷിജു, നന്ദു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 കഴക്കൂട്ടം. പോലീസുകാരെ പോലും വകവയ്ക്കാത്ത ചില കൊടും ക്രിമിനലുകളുണ്ട്. അത്തരത്തിലൊരാളാണ് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി അപ്പു എന്ന രാഹുൽ. കത്തി വീശി പേടിപ്പിച്ച് കൈവിലങ്ങോടെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട രാഹുൽ ഒടുവിൽ കോയമ്പത്തൂരിൽ നിന്നും പിടിയിലായി. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച 5 പേരെയും വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് രാഹുൽ. നിരവധി കേസുകളിലെ പ്രതിയായ മഞ്ഞപ്പറ വടക്കേതിൽ അപ്പു എന്ന രാഹുലാണ് പിടിയിലായത്. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കഞ്ചേരി സ്വദേശികളായ സഫർ, അനസ്, ജിബിൻ, കണ്ണന്നൂർ മണലൂർ ജലാലുദ്ദീൻ, കോയമ്പത്തൂരിലുള്ള അൻവർ എന്നിവരാണ് രാഹുലിനെ സഹായിച്ചതിന് അറസ്റ്റിലായത്. നവംബർ 27-ന് മണ്ണൂത്തി സ്റ്റേഷനിൽ രാഹുലിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കൊലപാതക ശ്രമ കേസിൽ പ്രതിയെ പിടികൂടാനായി പോലീസ് തിങ്കളാഴ്ച വടക്കഞ്ചേരിയിലെത്തിയപ്പോഴായിരുന്നു സംഭവങ്ങൾ. രാഹുൽ പോലീസിന് നേരെ കത്തിവീശി പരിഭ്രാന്തി സൃഷ്ടിച്ചു നിൽക്കുന്നതിനിടെ സഫർ ബൈക്കിൽ രക്ഷിച്ചുകൊണ്ടുപോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് കണ്ണമ്പ്രയിൽ നിന്ന് അനസ് രാഹുലിനെ കാറിൽ കയറ്റി ഇരട്ടക്കുളത്ത് ജിബിന്റെ അടുത്തെത്തിച്ചു. ജിബിനാണ് രാഹുലിനെ കണ്ണനൂരിൽ ജലാലുദ്ദീന്റെ വീട്ടിലെത്തിച്ചത്. ഇവിടെ വെച്ച് ജലാലുദ്ദീൻ രാഹുലിന്റെ കൈവിലങ്ങ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുകയും തുടർന്ന് മൂവരും കൂടി കോയമ്പത്തൂരിൽ അൻവറിന്റെ അടുത്തേക്ക് പോവുകയുമായിരുന്നു. അൻവറിന്റെ സഹായത്തോടെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് വടക്കഞ്ചേരി പോലീസ് ഇവിടെ എത്തിയത്. പീച്ചിയിലും മണ്ണൂത്തിയിലുമായി രാഹുലിന്റെ പേരിൽ 8 കേസുകളുണ്ട്. സഫർ, അനസ്, ജലാലുദ്ദീൻ, അൻവർ തുടങ്ങിയവരുടെ പേരിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട്. ആലത്തൂർ DYSP R മനോജ് കുമാർ, വടക്കഞ്ചേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KP ബെന്നി, ASI-മാരായ ബ്ലസൻ ജോസ്, ദിലീപ് കുമാർ, CPO-മാരായ G ഭവീഷ്, K ലൈജു, ജോൺ ക്രൂസ്, റിയാസുദ്ദീൻ, ദേവദാസ്, ഹോംഗാർഡ് അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറത്ത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 14-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിന് 10 വർഷം തടവ്. നിലമ്പൂർ മുത്തേടം സ്വദേശി സുനിൽ ദാസിനെയാണ് നിലമ്പൂർ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രതി 20,000 രൂപ പിഴയടയ്ക്കാനും വിധിച്ചിട്ടുണ്ട്. 2024-ലാണ് കേസിന് ആസ്പദമായിട്ടുള്ള ഈ സംഭവം. വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിലാണ് നിലമ്പൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. നിലമ്പൂർ മൂത്തേടം സ്വദേശി പൂങ്ങോടൻ സുനിൽദാസ് എന്ന 37-കാരന് 10 വർഷം തടവും 20,000 രൂപ പിഴയടയ്ക്കാനുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. നിലമ്പൂർ അതിവേഗ കോടതി ജഡ്ജി KP ജോയിയുടേതാണ് ഉത്തരവ്. പോക്സോ നിയമത്തിലെ 2 വകുപ്പുകൾ പ്രകാരം 5 വർഷം വീതം തടവിനും 10,000 രൂപ വീതം പിഴയടയ്ക്കാനുമാണ് ഉത്തരവ്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. സെപ്റ്റംബർ 30-നും 2024 ജനുവരിയിലുമായി 3 തവണയാണ് ലൈംഗികാതിക്രമം നടന്നത്. എടക്കര SI ആയിരുന്ന അനീഷ് N രജിസ്റ്റർ ചെയ്ത കേസിൽ CI NB ഷിജുവാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം K ഫ്രാൻസിസ് ഹാജരായി. പ്രോസിക്യൂഷൻ 21 സാക്ഷികളെ വിസ്തരിക്കുകയും 20 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു.
ന്യൂസ് 18 തിരൂർ. സംശയത്തെ തുടർന്ന് യുവതിയെ കൊന്ന ഭർത്താവിന് ജീവപര്യന്തം കഠിന തടവ്. ഇടുക്കി പൂപ്പാറ മുരിക്കുംതൊട്ടി വലിയ കുന്നേൽ ബൈജുവിനെയാണ് തൊടുപുഴ അഡീഷണൽ ജില്ലാ ജഡ്ജി ലൈജമോൾ ഷെരീഫ് ശിക്ഷിച്ചത്. ഭാര്യയുടെ സുഹൃത്തിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയെ 14 വർഷം കഠിന തടവിനും തൊടുപുഴ കോടതി ശിക്ഷിച്ചു. തൊടുപുഴ 3ാം അഡീഷണൽ ജില്ലാ ജഡ്ജി NSCനെയാണ് കേസിൽ ഈ വിധി പറഞ്ഞത്. തൊട്ടി വലിയ കുന്നേൽ ബൈജുവിനെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത് 2016 ക്രിസ്മസ് ദിനത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഭാര്യ അജിമോളുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു ബൈജു. അടിമാലിയിലെ സ്വന്തം വീട്ടിലായിരുന്ന അജിമോൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് അയൽവാസി ബൈജുവിനെ അറിയിച്ചു. ഇത് വിശ്വസിച്ചയാൾ ഡിസംബർ 24-ന് അജിമോളുടെ വീട്ടിലെത്തി. ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അജിമോളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ ബാഗിന്റെ വള്ളി കഴുത്തിൽ കുരുക്കിയാണ് അജിമോളെ ഇയാൾ കൊലപ്പെടുത്തിയത്. അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കുറ്റസമ്മതം നടത്തിയ പ്രതി കേസിന്റെ വിചാരണ മധ്യേ കുറ്റം നിഷേധിച്ചിരുന്നു. അയൽവാസികളും വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളും കൂറുമാറി. എന്നാൽ വിസ്താരത്തിനിടെ അജിമോളെ കൊന്നുവെന്ന് ബൈജു പറഞ്ഞതായി ഒരു അയൽവാസി സമ്മതിച്ചതും ബൈജുവും അജിമോളും രാത്രി ഒരേ മുറിയിലാണ് ഉറങ്ങിയതെന്ന് വീട്ടിലുള്ളവർ പറഞ്ഞതും കേസിൽ നിർണായകമായി. കൊലപാതകത്തിന് ഉപയോഗിച്ച ബാഗിന്റെ വള്ളിയിൽ നിന്ന് അജിമോളുടെ തലമുടി കണ്ടെത്തിയതും നിർണായക തെളിവായിരുന്നു. തൊടുപുഴ അഡീഷണൽ ജില്ലാ ജഡ്ജി ലൈജമോൾ ഷെരീഫാണ് കേസിൽ വിധി പറഞ്ഞത്. ന്യൂസ് 18 തൊടുപുഴ. രാജ്യമേറെ പുരോഗമിച്ചിട്ടും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ ഇന്നും അപരിഷ്കൃത സമൂഹങ്ങളെക്കാൾ പിന്നിലാണ്. കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഫരിയാദാബാദിലുണ്ടായ സംഭവം ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. ഓടുന്ന വാഹനത്തിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. ബലാത്സംഗത്തിന് ശേഷം യുവതിയെ അക്രമികൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇവരുടെ ഒരു കണ്ണ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. തലയ്ക്കും കാര്യമായി പരിക്കുണ്ട്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. തിങ്കളാഴ്ച രാത്രി ഫരീദാബാദ് സെക്ടർ 23-ൽ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന യുവതി കല്യാൺപുരിയിലെ മെട്രോ ചൌക്കിലേക്ക് വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് സംഭവം. വാനിലെത്തിയ 2-അംഗ സംഘം യുവതിയോട് ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞു. തുടർന്ന് ഗുരുഗ്രാമിലേക്ക് വാഹനമെടുക്കുകയും ഒരു കുന്നിന്റെ ഭാഗത്ത് വെച്ച് യുവതിയെ പീഡിപ്പിക്കുകയുമായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന വാനിൽ വെച്ചും യുവതിയെ പ്രതികൾ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിന് ശേഷം യുവതിയെ അക്രമികൾ റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച വാനിൽ നിന്നും രാജാ ചൌക്ക് മേഖലയിലാണ് യുവതിയെ പ്രതികൾ പുറത്തേക്ക് വലിച്ചിട്ടത്. ഏകദേശം 2.5 മണിക്കൂറോളമാണ് പ്രതികൾ യുവതിയുമായി വാനിൽ സഞ്ചരിച്ചത്. ഒടുവിൽ പുലർച്ചെ 3 മണിയോടെ വാനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. യുവതി തന്റെ സഹോദരിയെ പലതവണ വിളിച്ചെങ്കിലും ആദ്യം ഫോൺ കണക്ട് ആയിരുന്നില്ല. പിന്നീട് അവർ തിരികെ വിളിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്. തുടർന്ന് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തി യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിജീവിതയ്ക്ക് ഗുരുതര പരിക്കുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരു കണ്ണ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. കൂടാതെ തലയ്ക്കും സാരമായ പരിക്കുണ്ട്. തോളലിളകി മാറിയ നിലയിലാണ്. മുഖത്ത് മാത്രം 12ഓളം സ്റ്റിച്ചുകളുണ്ട്. പീഡനം എതിർത്തപ്പോൾ യുവതിയെ പ്രതികൾ അതിക്രൂരമായി മർദ്ദിച്ചു. യുവതിയുടെ ശരീരത്തിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുണ്ടായ പരിക്കുകളുമുണ്ട്. ജീവന് ഭീഷണിയില്ലെങ്കിലും ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പോലീസിന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനായിട്ടില്ല. സംഭവത്തിൽ പ്രതികൾ ഉപയോഗിച്ച വാൻ കണ്ടെത്തിയിട്ടുണ്ട്. വാനുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വിവാഹിതയായ യുവതിക്ക് 3 കുട്ടികളുണ്ട്. കുടുംബകലഹത്തെ തുടർന്ന് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിച്ചു വരികയായിരുന്നു ഇവർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസം 7 മുൻപായി ബാങ്ക് രേഖകൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകി. സേവ് ബോക്സ് ആപ്പിൽ നിന്നും ജയസൂര്യയ്ക്ക് 1 കോടിയോളം രൂപ ലഭിച്ചിട്ടുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ.
തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാതിക് റഹീമിന്റെ കമ്പനികളിൽ നിന്നാണ് ജയസൂര്യയുടെയും ഭാര്യ സരിതയുടെയും അക്കൌണ്ടുകളിലേക്ക് പണമെത്തിയത്. സേവ് ബോക്സ് ലേല ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലം എന്ന രീതിയിലാണ് പണം കൈപ്പറ്റിയതെന്നാണ് ജയസൂര്യ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൌണ്ടുകൾ സംബന്ധിച്ച പരിശോധന നടത്തുന്നുണ്ട്. ഇതിന്റെ ചില രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. ഈ മാസം 7-നകം രേഖകൾ ഹാജരാക്കണം. രേഖകളുടെ പരിശോധന പൂർത്തിയായാൽ ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തും. സ്വാതിക് റഹീം തട്ടിപ്പുകളിലൂടെ സമാഹരിച്ച പണമാണ് ജയസൂര്യയുടെ അക്കൌണ്ടിൽ എത്തിയതെങ്കിൽ നടനും നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതേസമയം ഇയാളുടെ സിനിമാ ബന്ധങ്ങളിലും ഇഡിയുടെ കൂടുതൽ പരിശോധനയുണ്ടാകും. പല പുതിയ തലമുറ സിനിമാ താരങ്ങളും ഇയാളുടെ ബിസിനസ് പ്രൊമോഷൻ പരിപാടികളുമായി സഹകരിച്ചിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് പണം നൽകിയത് എങ്ങനെയെന്നും ഏത് രീതിയിലുള്ള സഹകരണമാണ് കമ്പനിയുമായി ഉണ്ടായിരുന്നതെന്നുമാണ് ഇഡി പരിശോധിക്കുന്നത്. 2023 ജനുവരിയിലാണ് സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ സ്ഥാപന ഉടമയായ സ്വാതിക് റഹീമിനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ഈസ്റ്റ് പോലീസാണ് ഇയാളെ അന്ന് അറസ്റ്റ് ചെയ്തത്. വൻതോതിൽ സാമ്പത്തിക തട്ടിപ്പും ഹവാല പണമിടപാടും നടന്നിട്ടുണ്ടെന്ന പരാതിയെ തുടർന്നാണ് ഇഡി ഈ കേസ് ഏറ്റെടുത്തത്. ന്യൂസ് 18 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തലുമായി പ്രത്യേക അന്വേഷണ സംഘം. ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാട്ടിലെയും സ്വർണത്തിന് പുറമെ അയ്യപ്പ വിഗ്രഹത്തിന്റെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയും കൊള്ളയടിച്ചുവെന്നാണ് കണ്ടെത്തൽ. ശ്രീകോവിലിന്റെ കട്ടിലിൽ സ്ഥാപിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത ചെമ്പുപാളികളിലും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത പാളികളിലും കട്ടിലയിലെ മുകൾ പടിയിലെ പാളികളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണവും കവർന്നു. അതേസമയം കൊള്ള നടത്തിയ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും SIT കോടതിയെ അറിയിച്ചു. ശബരിമല ശ്രീകോവിലിലെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയും കൊള്ളയടിച്ചെന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ശ്രീകോവിലിന്റെ കട്ടിളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപത്തിലെയും വ്യാളി രൂപത്തിലെയും സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പുപാളികൾ, രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, കട്ടിളയിലെ മുകൾപ്പടിയിലെ പാളി എന്നിവയിൽ പൊതിഞ്ഞിരുന്ന സ്വർണവും അപഹരിച്ചു. ദ്വാരപാല ശില്പങ്ങളെയും കട്ടിളയിൽ നിന്നും ഇതുവരെ അറിഞ്ഞതിലും കൂടുതൽ സ്വർണം കവർന്നിട്ടുണ്ടെന്നും SIT പറയുന്നു. 989 ഗ്രാം കവർന്നതായാണ് പുറത്തുവരുന്ന വിവരം. BSSCയിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാവുമ്പോൾ കൊള്ളയുടെ വ്യാപ്തി ഉയരാനാണ് സാധ്യത. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ 2019 ജൂലൈ 19-നും ശില്പങ്ങളിലെ പില്ലർ പ്ലേറ്റുകളിലെ പാളികൾ 2019 ജൂലൈ 20-നുമാണ് ഇളക്കിയെടുത്തത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിലെത്തിച്ച് വേർതിരിച്ചത് 989 ഗ്രാം എന്നാണ് അവരുടെ പക്കലുണ്ടായിരുന്ന രേഖ. അതേസമയം ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ച സ്വർണം കണ്ടെത്തിയിട്ടില്ലെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും SITക്ക് നൽകിയത് ശബരിമലയിലെ സ്വർണമാണോ എന്ന് ഉറപ്പില്ലെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ മട്ടന്നൂർ തെരൂരിൽ വീട് കുത്തിത്തുറന്ന് 10 പവനും 10,000 രൂപയും കവർന്ന കേസിൽ ദിവസങ്ങൾക്കകം മോഷ്ടാവ് പിടിയിലായി. പാലക്കാട് അലനല്ലൂർ സ്വദേശി അളിയൻ നവാസ് എന്ന M നവാസിനെയാണ് കാട്ടിക്കുളത്ത് വെച്ച് മട്ടന്നൂർ പോലീസ് സാഹസികമായി പിടികൂടിയത്. തെരൂർ പാലയോട്ട് T നാരായണന്റെ വീട്ടിൽ ഏതാനും ദിവസങ്ങൾ മുൻപാണ് ഇത്തരത്തിലൊരു കവർച്ച നടക്കുന്നത്. മട്ടന്നൂർ തെരൂരിലെ നാരായണൻ കഴിഞ്ഞ ഡിസംബർ 22-ന് ബംഗളൂരുവിലെ മകളുടെ വീട്ടിൽ പോയ സമയത്തായിരുന്നു കവർച്ച. 28-ന് രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണവും 10,000 രൂപയുമാണ് മോഷണം പോയത്.
ഈ കേസിലാണ് പാലക്കാട് അലനല്ലൂർ സ്വദേശി അളിയൻ നവാസ് എന്ന എം നവാസിനെ പോലീസ് പിടികൂടിയത്. മോഷണം നടത്താൻ ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷം ആരുമില്ലാത്ത തക്കം നോക്കി മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചായിരുന്നു കവർച്ച. സംഭവം നടന്നതിൻ്റെ തലേ ദിവസവും ഇയാൾ വീട്ടിലെത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആളില്ലാതെ അടഞ്ഞുകിടക്കുന്ന വീടാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് കവർച്ചയ്ക്കായി ദിവസം തിരഞ്ഞെടുത്തത്. രാത്രിയോടെ ആയുധങ്ങളുമായി വീടിന് സമീപത്ത് മണിക്കൂറുകളോളം ഒളിച്ചിരുന്ന് പരിസരം നിരീക്ഷിച്ചു. അർദ്ധരാത്രി കമ്പിപ്പാര ഉപയോഗിച്ച് വീടിൻ്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് അകത്തുകയറി. ശേഷം അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവരുകയായിരുന്നു. വീട്ടിലെ CCTV ക്യാമറകളും തകർത്ത ശേഷമാണ് മോഷ്ടാവ് കടന്നുകളഞ്ഞത്. മോഷ്ടിച്ച പണം ഉപയോഗിച്ച് കർണാടകയിലും കേരളത്തിലുമായി വിവിധ ഇടങ്ങളിൽ യാത്ര ചെയ്ത പ്രതി ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് പോലീസ് പിടിയിലായത്. കള്ളനെ പിടികൂടാനായി പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നടത്തിയത്. മട്ടന്നൂർ ഇൻസ്പെക്ടർ MV ബിജുവിന്റെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ CP ലിനേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. വീട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരമാവധി ശേഖരിച്ചിരുന്നു. മറ്റ് ശാസ്ത്രീയ തെളിവുകൾ കൂടി പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ പ്രതി നവാസ് പിടിയിലായത്. സബ് ഇൻസ്പെക്ടർ രാം മോഹൻ, ASI ജോബി P ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിറാജുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ KV ധനേഷ്, K രതീഷ്, CS ഷംസീർ അഹമ്മദ്, CP അനീസ് എന്നിവരും സംഘത്തിന്റെ ഭാഗമായിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. നോക്കാം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം നോർത്തിലെ ശങ്കരാനന്ദാശ്രമത്തിൽ നിന്ന് 80 വർഷം പഴക്കമുള്ള മണി മോഷണം പോയി. ശങ്കരാനന്ദ സ്വാമിയുടെ സമാധിക്ക് മുമ്പിലുണ്ടായിരുന്ന മണിയാണ് കഴിഞ്ഞ ദിവസം രാത്രി അപഹരിച്ചത്. ആശ്രമത്തിലെ ശാന്തി ശങ്കർദാസ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കർണാടകയിലെ മൈസൂരുവിൽ യുവതിയെ കാണാതായതിനെ ചൊല്ലി ബന്ധുക്കളും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് കെട്ടിയിട്ട് തല്ലിയ യുവാവ് ജീവനൊടുക്കി. ടി നരസിപുര താലൂക്കിലെ സീഹള്ളി ഗ്രാമത്തിലാണ് സംഭവം. 23-കാരനായ നാഗേന്ദ്രയെയാണ് വീട്ടിലെ പശുത്തൊഴുത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. രേണുകാസ്വാമി കൊലക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന നടി പവിത്ര ഗൌഡയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം എത്തിക്കാൻ കോടതിയുടെ അനുമതി. ദിവസം ഒരു നേരം വീട്ടിലെ ഭക്ഷണം നൽകാം. ജയിലിലെ ഭക്ഷണം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി കോടതിയെ സമീപിച്ചത്. ATM കാർഡ് എടുത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കത്തിൽ അപ്പൂപ്പന്റെ തലയ്ക്ക് ചെറുമകൻ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. ആക്രമണം തടയാനെത്തിയ പ്രതിയുടെ പിതാവിനും പരിക്കേറ്റു. ആലപ്പുഴ കളർകോടാണ് ഈ സംഭവം. 71-കാരനായ ഉണ്ണികൃഷ്ണൻ, മകൻ 51 വയസ്സുള്ള വിമൽരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് വിമൽരാജിന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയും ഇടത് കൈത്തണ്ടയിലെ അസ്ഥി ഒടിയുകയും ചെയ്തു. ഇരുവരും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിലെ പ്രതി 24-കാരനായ സൂര്യദാസിനെ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നത്തെ പോലീസ് പെട്രോൾ ഇതോടെ പൂർണ്ണമാവുന്നു.